Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Locate all relative extrema of f of x equal to xy minus x cube minus y square. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന ഇക്വേഷനെ 1 എന്ന് പേര് കൊടുക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x y നമ്മൾ 1 എന്ന് പേര് കൊടുക്കുക. അതിനുശേഷം ആ ഫംഗ്ഷനെ നമ്മൾ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? fx xy എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് കോൺസ്റ്റന്റ്? y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2y into 1 x ന്റെ ഡിഫറൻസിയേഷൻ 1 മൈനസ് x ക്യൂബ് എന്താണ്? 3x. ഇനി അതുപോലെ തന്നെ ഇതിനെ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ fy xy നമുക്ക് എന്താ കിട്ടുന്നത്? 2x into 1 മൈനസ് 2y. അപ്പൊ എക്സ് വെച്ചും വൈ വെച്ചും നമ്മൾ ആദ്യം പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? fx xy എന്നുള്ളത് 2y minus 3x square എന്നുള്ളത് 0 ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ fy xy is equal to 2x minus 2y എന്നുള്ളതും 0 ഇക്വേറ്റ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 2x minus 2y ആണ്. ഇതിൽ നിന്ന് 2 നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ x minus y is equal to 0. 2 നോർമൽ ഈക്വൽ ടു 0. പിന്നെ ഏതാണ് 0 ആണ്? x minus y is equal to 0. അപ്പൊ നമുക്ക് x is equal to y. അപ്പൊ x y തുല്യമാണ്. ഈ x is equal to y, y equal to x എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് y ക്ക് പകരം x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2x minus 3x square is equal to 0. ഇതിൽ കോമൺ ആയിട്ടുള്ള x നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ 2 minus 3x is equal to 0. അപ്പൊ x is equal to 0 or 2 minus 3x is equal to 0. അപ്പൊ x is equal to 0 or 2 is equal to 3x or x is equal to 2/3. ഇവിടെ x is equal to 0. അപ്പൊ x ന് രണ്ട് വാല്യൂ കിട്ടും. 0 2/3 കിട്ടും. x ന് 0 വരുമ്പോ y ക്ക് എത്രയായിരിക്കും? x ഉം y തുല്യമാണ്. അപ്പൊ x ന് 0 വരുമ്പോൾ y ക്ക് 0. x ന് 2/3 വരുമ്പോൾ y യുടെ വാല്യൂ എത്രയാണ്? y യുടെ വാല്യൂ 2/3. ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ 0 0 2/3. രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 0 0 ആൻഡ് 2/3 2/3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാക്സിമത്തിനെയാണോ മിനിമത്തിനെയാണോ സാഡിൽ പോയിന്റിനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ fx കണ്ടു, fy കണ്ടു, fyy കണ്ടു. ഇതിനൊക്കെ നമ്മൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. അപ്പൊ fx xy എന്താണ്? 2y minus 3x square ആണ്. അതിൽ ഒന്നും കൂടി x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ fxx നമുക്ക് എന്താ കിട്ടുന്നത്? fxx എന്ന് പറഞ്ഞാൽ ഈ 2y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. മൈനസ് 3x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6x വരും. fy ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ fy by xy എന്ന് പറഞ്ഞാൽ എന്താ കിട്ടണേ? fy by xy എന്ന് പറഞ്ഞാൽ നമ്മള് -2 കിട്ടും. അതുപോലെ fxy xy എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാം? ഈ fx നെ ഒന്നും കൂടി y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2. കാരണം 3x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാക്സിമത്തിനെയാണോ മിനിമത്തിനെയാണോ സാഡിൽ പോയിന്റിനെയാണോ റെപ്രസെന്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നു. fx ന്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ്? fxx ആണ്. fxx എന്ന് പറയുന്നത് എന്താണ്? 2y നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. കാരണം fx നെ വീണ്ടും x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ പാർട്ട് 0 എഴുതുന്നു. 3x അവിടെ 6x എഴുതുന്നു. fy നെ നമ്മൾ വീണ്ടും y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ 2x ന്റെ പാർട്ട് കോൺസ്റ്റന്റ് ആണ്. -2y -2 വരുന്നു. fxy xy എന്ന് കിട്ടുന്നു 2 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൂന്നും വെച്ച് d കാൽക്കുലേറ്റ് ചെയ്യണം. d എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? fx xy fy xy മൈനസ് fxy the whole square. അപ്പൊ എന്താണ് നോക്കാം? fx എന്താണ്? 6x മൈനസ് 6x. അതുപോലെ fyy എന്താണ്? -2. അതുപോലെ fxy എന്താണ്? fxy എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ that is equal to 4.
അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 12x - 4. 12x - 4 എന്നാണ് ഡി. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് ഒരു ടേബിൾ വരയ്ക്കാം. ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റിനെ x0 y0 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് ഏതാണ്? 0 0. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? 2/3 2/3. ഇങ്ങനെ ടേബിൾ വെച്ച് ചെയ്യാം. ആദ്യത്തേത് fxx x0 y0. രണ്ടാമത്തെ കോളത്തില് fyy x0 y0. മൂന്നാമത്തെ കോളത്തില് fxy x0 y0. നാലാമത്തെ കോളത്തിൽ ഡി കാൽക്കുലേറ്റ് ഡി അറ്റ് x0 y0. ഡിയുടെ ഫോർമുല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കോളത്തിൽ എന്താണ്? റിമാർക്ക് 0 0 വരുമ്പോ fxx x0 y0. fxx എന്താണ്? -6x ആണ്. അപ്പൊ x ന് 0 കൊടുക്കുമ്പോ 0. fyy എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. there will be no change. fxy എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. there will be no change. ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ്? ഈ ഇതിനെ നമ്മൾ ഗുണിക്കാം. ഏതിനെ ഗുണിക്കാം? ഈ 0 - 2 എന്ന് പറയുമ്പോൾ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0 - 4 that is equal to -4. അല്ലെ x ന് 0 കൊടുത്തു കഴിയുമ്പോൾ ഇത് 0 ആയിപ്പോ -4 എന്ന് കിട്ടും. therefore d യുടെ വാല്യൂ ലെസ് ദാൻ 0. therefore it is a saddle point. saddle point. ഇനി അടുത്ത 2/3 എന്ത് ചെയ്യണം? ആദ്യത്തേല് നമ്മള് ഈ -6x നെ -6 × 2/3 3 × 2 വിട്ട് കളഞ്ഞപ്പോൾ 2 കിട്ടും. -4 എന്ന് കിട്ടും. ഈ fyy എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. there will be no change. അടുത്ത fxy therefore constant function ആണ് 2. ഈ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഈ -4 into -2 -4. therefore നമുക്ക് എത്ര കിട്ടുന്നേ? 8 - 4 that is equal to 4 that is equal to greater than 0. അപ്പോൾ d greater than 0 എന്ന് കിട്ടി. d greater than 0 കിട്ടുമ്പോൾ വീണ്ടും വേറെ രണ്ട് പോസിബിലിറ്റി നോക്കണം. d greater than 0 ആവുമ്പോൾ fxx എന്താ നോക്കണം. ഈ fxx ലെസ് ദാൻ 0 ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് മാക്സിമത്തിനെ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് മിനിമത്തിനെ ആയിരിക്കും. ഇവിടെ fxx എന്താണെന്ന് നോക്കിയേ? -4 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതാം fxx x0 y0 ലെസ് ദാൻ 0 കാരണം -4 ആണ്. therefore ഇതെന്താണ്? ഇറ്റ് ഈസ് എ റിലേറ്റീവ് മാക്സിമ. therefore 2/3 in the function has relative maxima. 2/3 എന്ന പോയിന്റില് ഈ ഫംഗ്ഷൻ എന്താണ് കിട്ടുന്നത്? റിലേറ്റീവ് മാക്സിമ ആണ്. ആ ഒരു 0 0 എന്നാണ് പോയിന്റിലെ ഫംഗ്ഷൻ എന്താണ് കിട്ടുന്നത്? സാഡിൽ പോയിന്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ടേബിൾ വെച്ചതിന് ഒറ്റ അടിക്ക് നമുക്ക് കാണാൻ വേണ്ടിയാണ്. നമുക്ക് ഒറ്റതില് ഇത് കാണാൻ എളുപ്പമുണ്ട്. കാരണം ഇതിൽ 0 0 എന്ന പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഇത് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചപ്പോൾ നേരിടല്ല എല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? d ലെസ് ദാൻ 0 ആയതുകൊണ്ട് സാഡിൽ പോയിന്റ് എഴുതി. രണ്ടാമത്തെ കേസിൽ d ഗ്രേറ്റർ ദാൻ 0 വന്നു. അറ്റ് ദ സെയിം ടൈം fxx ലെസ് ദാൻ 0 വന്നു. d ഗ്രേറ്റർ ദാൻ 0 വന്നു. d ലെസ് ദാൻ 0 ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമ ആണ്. therefore the function has relative maximum at 2/3 and സാഡിൽ പോയിന്റ് എവിടെയാണ്? 0 0. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.